സ്ഥാപക നേതാവ് VS അച്യുതാനന്ദനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കും. പാർട്ടി കോൺഗ്രസിനു ശേഷം ചേരുന്ന CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പ്രഖ്യാപനമുണ്ടാകും. പ്രായപരിധി മൂലം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവായ AK ബാലൻ, PK ശ്രീമതി എന്നിവരെ പാർട്ടി സെന്ററിന്റെ ഭാഗമായി നിലനിർത്തിയേക്കും. കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശപ്രകാരം ഇതും സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കുക. മഹേഷ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1964 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിക്ക് രൂപം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. 2022 എറണാകുളത്ത് ചേർന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ അനാരോഗ്യം മൂലം പങ്കെടുത്തില്ലെങ്കിലും VSനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാക്കിയിരുന്നു. ഇത്തവണ കൊല്ലത്ത് ചേർന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പട്ടികയിൽ ക്ഷണിതാക്കളുടെ കൂട്ടത്തിൽ VS അച്യുതാനന്ദന്റെ പേര് ഉണ്ടായിരുന്നില്ല. VS പാർട്ടിയുടെ കരുത്താണെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദന്റെ മറുപടി. ഇന്ന് ജീവിച്ചിരിക്കുന്ന CPIM രൂപീകരണത്തിലേക്ക് എത്തിയ അഖിലേന്ത്യാ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 സഖാക്കളിൽ ഒരാളാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പാർട്ടി നേതാവാണ്. അതുകൊണ്ട് VSന് എന്തെങ്കിലും രീതിയിൽ ക്ഷണിതാവാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ അടിസ്ഥാനപരമായ തെറ്റായ വാർത്തയാണ്. സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി സ്വാഭാവികമായിട്ടും ക്ഷണിക്കപ്പെടേണ്ടുന്ന നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളും. അതിൽ ഒന്നാമത്തെ പേര് VSൻ്റെതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവുന്നുണ്ട്. അനാരോഗ്യം മൂലം യാത്ര ചെയ്യാനും കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാനാകാത്ത സാഹചര്യമാണെങ്കിലും സ്ഥാപക നേതാവിനെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് അനൗചിത്യമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക ക്ഷണിതാവായി നിലനിർത്തണമെന്ന അഭിപ്രായമുയർന്നത്. അടുത്ത മാസം മധുരയിൽ ചേരുന്ന 24ാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്വവും ഒഴിയുന്ന AK ബാലനെയും PK ശ്രീമതിയെയും ക്ഷണിതാക്കളാക്കി പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിയോഗിച്ചേക്കും. പ്രായപരിധിയിലെ മാനദണ്ഡ പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മുതിർന്ന നേതാക്കളെ എങ്ങനെ വിനിയോഗിക്കണമെന്നതും കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.